നമസ്കാരം. നേര്യമംഗലം കൈരളി വായനശാലയിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ദിനപത്രങ്ങളുടെ വിതരണോദ്ഘാടനവും കവയത്രി ശ്രീമതി സീബ എം.എസിനെ ആദരിക്കുന്ന ചടങ്ങും വയോജനങ്ങളുടെ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. വായനശാല സെക്രട്ടറി വി ശിവകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എം പി പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ TLC കോതമംഗലം പ്രസിഡന്റ് KO കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം CP മുഹമ്മദ് ചടങ്ങിൽ സീബ ടീച്ചറിനെ ആദരിച്ചു. രഞ്ജു സന്തോഷ് പ്രോഗ്രാമിൽ അനുശോചനം രേഖപ്പെടുത്തി. വാർഡ് മെമ്പർ ഹരീഷ് രാജൻ, വത്സല PS എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികളുടെയും വയോജന വേദിയുടെയും കലാപരിപാടികൾ പ്രോഗ്രാമിന് മാറ്റുകൂട്ടി. ശ്രീകൃഷ്ണൻ, ആത്മിക ശ്യാം, നന്ദൻ ബിബിൻ, ശ്രീബാല, ആരാധ്യ അനുരാജ്, ഐശ്വര്യ അനുരാജ്, അഗ്രിമ നവീൻ, അനഘ, നീരജ, നിഖില സതീഷ്, ഗൗരി കൃഷ്ണ, മരിയ സജി എന്നീ കുട്ടികൾ കലാപരിപാടികളിൽ പങ്കെടുത്തു. സഹദേവൻ, ഭവാനി ബാലകൃഷ്ണൻ എന്നിവർ വയോജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രാതിനിധ്യം വഹിച്ചു. ലൈബ്രറിയൻ ജെമിനി NT ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. ഒരു വായനശാല എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഒരു സംസ്കാരമാണ്. അത് നമ്മുടെ പല നാടുകളിലും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാർ എത്ര കണ്ട പിന്നിച്ചാലും മതിയാവുകയില്ല. യോജിപ്പും സ്നേഹവും, ഇപ്പം നമ്മൾ ആദ്യം ഇവിടെ സ്വാഗത പ്രാസംഗികർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ പോലെ വയോജന കൂട്ടായ്മ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമാണ് വയോജന സൗഹൃദ ഗ്രാമം എന്നത്. അതിനു മുമ്പേ ചിന്തിച്ചവരാണ് നമ്മുടെ ഈ കൈരളി വായനശാലയിലെ പ്രവർത്തനം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അണുകുടുംബങ്ങളായി പല വീടുകളും മാറി. പഴയ കാലത്ത് 8ഉം 10ഉം മക്കളുള്ള വീടുകൾ, അല്ലെങ്കിൽ 4ഉം 5ഉം മക്കളുള്ള വീടുകൾ, അതെല്ലാം വളരെ അപൂർവമായിട്ടും മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ 1ഓ 2ഓ മക്കളുള്ള വീടുകളിൽ ജോലിയുമായി ബന്ധപ്പെട്ടും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നിന്ന് മക്കൾ മാറപ്പെടും. അവരെ ഇന്നലെ വരെ പരിപാലിച്ച മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന വളരെ ദയനീയമായ കാഴ്ച ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമാണ്. ആ അവസ്ഥ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ഒരു ഉല്ലാസത്തിന് ഒരു അവസരം ഒരുക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത്. അത് ഞങ്ങളത് ഏറ്റെടുക്കാം എന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ കൈരളി വായനശാല ഏറ്റെടുക്കുകയും വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അതിന് കാരണമായിട്ട് എത്ര ആരോഗ്യമുള്ള ആളുകൾ നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടാതെ വീട്ടിൽ തന്നെ തളച്ചെടുപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ മുരടിച്ചു തുടങ്ങും. അതിന് മാറ്റം വരാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പരസ്പരം നമ്മുടെ സമപ്രായക്കാരായ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മുടെ ചിന്തകൾ വേറെ പലതിലേക്ക് മാറും. നമുക്ക് നമ്മുടെ പല അസുഖങ്ങളും നമുക്ക് മറക്കാൻ പറ്റും. മക്കൾ നമ്മളെ വിട്ട് നമ്മുടെ കൂടെ ഇല്ലാത്ത ആ ഏകാന്തതയിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തുവാൻ പറ്റും. മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ പ്രയോജനത്തിൽ നമുക്ക് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നിരാശ, സങ്കടം ഒക്കെ നമ്മുടെ മനസ്സിനെ മതിക്കും. അതെല്ലാം മാറാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കാകും. അതിനെല്ലാം നിങ്ങൾക്ക് ജഗദീശൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മളിവിടെ യോഗം കൂടുന്നത് 2025 പുതുവത്സരത്തിലെ 2ാമത്തെ ദിവസമാണ്. 2024 നമ്മൾ കടന്നുപോയപ്പോൾ ഒട്ടനവധി ദുഃഖങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ടായി. അത് വളരെ പ്രയാസമുള്ളൊരു വർഷമായിരുന്നു കഴിഞ്ഞ പല വർഷങ്ങളെ അപേക്ഷിച്ച് 2024. ആ അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതെ സന്തോഷവും സമാധാനവുമുള്ള നല്ല ഒരു വർഷമായി 2025 നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ നാട്ടില് അറിവ് പകരുന്നതിന് എന്ത് തന്നെ ചെയ്താലും അതൊരു അധികപ്പറ്റാവുകയില്ല. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു ഇവിടെ TVയുടെയും മറ്റുള്ള അസൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പോരായ്മകൾ പലതിനെ കുറിച്ച്. അതെല്ലാം നമുക്ക് നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യവും നമ്മൾ ചെയ്യാം. അത് ചെയ്യണം. അതിനാണ് പഞ്ചായത്ത് ഭരണസമിതിയും സംവിധാനങ്ങളും എല്ലാം ഉള്ളത്. ഈ നാടിൻ്റെ വികസനം, ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടം. അല്ലാതെ കിട്ടുന്ന ഫണ്ടുകളും കാര്യങ്ങളും അവിടെ പൂട്ടിവെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പുരോഗതിയുള്ളൊരു നാട് നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും അത് ചെയ്യാൻ ഞങ്ങളുടെ ഭാഗത്തുള്ള അലംഭാവം കൊണ്ട് വീഴ്ച വരുത്തുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അത് പ്രയോജനപ്പെടുത്തി
നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പാതകൾ പിന്തുടർന്നുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളും ഈ പാതയിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടുന്ന ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുത്തതിന് നിങ്ങളോട് കൃത്യമായി ഞാൻ നന്ദി പറയുന്നു. എല്ലാവിധ ഭാവങ്ങളും ഈ വായനശാലയ്ക്ക് നൽകിക്കൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ 2 കടമ ഞാൻ നിർവഹിക്കുകയാണ്. ഈ പത്രങ്ങളുടെ ഇവിടെ കിട്ടുവാനായിട്ട് കുറേ നാളുകളായി. ഔപചാരികമായിട്ടൊരു ഉദ്ഘാടന കടമ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സീബ ടീച്ചറിനെ മൊമെൻ്റോ നൽകി ഈ വേദിയിൽ ആദരിക്കാൻ പറഞ്ഞു. ആ കടമ കൂടി ഞാൻ നിർവഹിക്കുകയാണ്. ഇത്ര നേരം എന്നെ ശ്രമിച്ചതിനും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും ഈ വായനശാലയുടെ ഭാരവാഹികളോട് നിങ്ങളോട് ഓരോരുത്തരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.